എൻ്റെ വോയിസും വീഡിയോയും മാച്ചാവില്ല എങ്കിലും വളച്ചു കെട്ടില്ലാത്ത കാര്യത്തിലേക്ക് കടക്കാം. ചെറുതായി കൊത്തി നുറുക്കിയ ഇഞ്ചി വെളുത്തുള്ളി ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഞാനിന്ന് 3 മുട്ടക്കൂട്ടന്മാരെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നീളത്തിൽ അരിയണേ. ഉള്ളി കൂടുതൽ സമയം വെളിച്ചെണ്ണയിൽ ചിലവഴിച്ചാൽ കൂടുതൽ രുചികരമാകും. ഉള്ളി ചെറുതായി വാടുമ്പോഴേക്കും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഇച്ചിരി ഉപ്പും. റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായി അമ്മ അവിടെ നിന്ന് ഒറോട്ടി ചുടുന്നുണ്ട്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഉള്ളി നന്നായി വാടുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇവരുടെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. കാശ്മീരി മുളക് പൊടി സാധാരണ കളറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ. ഈ കളറ് കണ്ടിട്ട് സാധാ മുളക് പൊടി ആരും വാരിയിടരുതേ, വയറ് കത്തിപ്പോവും. ഞാനിവിടെ ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടേ. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലകളെല്ലാം ഒന്ന് ഒരുമിച്ച് ഫ്രണ്ട്സ് ആവട്ടെ. അപ്പോൾ തയ്യാറാക്കി വെച്ച 3 മുട്ടകളെ നമുക്കിതിലേക്ക് മാറ്റാം. എല്ലാത്തിനും നമുക്ക് ഒളിപ്പിച്ച് വെക്കാം, ആരും വേണ്ട. മുട്ടകളെ 4 വശത്തും കീറാൻ മറക്കല്ലേ. കുറച്ച് കുരുമുളക് പൊടി മുകളിലേക്ക് വാരി വിതറാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഭംഗിയാക്കാനൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായ ഒറോട്ടിയും നാടൻ മുട്ട റോസ്റ്റും റെഡി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.